വീണ വിജയനെതിരായ കേസ് വന്നപ്പോൾ പാർട്ടി നേരിടുന്ന രീതി ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കൊടി പോലും പിടിക്കാത്ത വീണ വിജയന്റെ കേസ് വ്യക്തിപരമല്ല എന്നും അത് പാർട്ടി നേതാവിന്റെ മകളായതുകൊണ്ട് വന്നതാണെന്ന വാദമുയർത്തിക്കൊണ്ട് കേസിനെ ഏറ്റെടുക്കുകയാണ് CPM. അതുകൊണ്ടാണ് രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് പറയുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ MA ബേബിയുടെ അടക്കമുള്ള വാദങ്ങളായി പുറത്തുവരുന്നത്. വീണയുടെ കമ്പനി നടത്തിയ സുതാര്യമായ ഇടപാടാണെന്നും പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് കേസിൽ രാഷ്ട്രീയ മറുപടി നൽകുന്നത് എന്നുമാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം പറയുന്നത്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതിന് പിന്നാലെ നയം വ്യക്തമാക്കുകയാണ് MA ബേബി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൂർണ്ണ പിന്തുണയാണ് MA ബേബി നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFIO കേസിലാണ് ബേബി പിന്തുണ പ്രഖ്യാപിക്കുന്നത്. വിഷയം CPM രാഷ്ട്രീയപരമായി നേരിടുമെന്നാണ് ബേബി ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. വീണ വിജയനെതിരായ കേസ് വ്യക്തിപരമല്ലെന്ന നിലപാടാണ് CPM ജനറൽ സെക്രട്ടറി സ്വീകരിക്കുന്നതും പാർട്ടി നേതാവിന്റെ മകളായതുകൊണ്ട് വന്ന കേസാണ് വീണയ്ക്കെതിരായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിനാലാണ് ഈ കേസ് രാഷ്ട്രീയപരമായി നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞത്. വീണയുടെ കമ്പനി നടത്തിയ സുതാര്യമായ ഇടപാടാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ലഹരി കേസിൽ അകത്തായപ്പോൾ അത് വ്യക്തിപരമായി നേരിടണമെന്ന് നിലപാട് സ്വീകരിച്ച CPM ആണ് പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത്. അതേസമയം എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിലെ പ്രോസിക്യൂഷൻ നടപടികൾ തടയാൻ ആവശ്യപ്പെട്ട് CMRL നൽകിയ അടിയന്തര ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ഗിരീഷ് കഡ്വാലിയയുടെ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരായ പ്രധാന ഹർജിയിൽ വീണ്ടും വാദം കേൾക്കുന്നത് ഹൈക്കോടതി ജൂലൈയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം SFIOയ്ക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുകയും രണ്ടാം കുറ്റപത്രം സമർപ്പിക്കാൻ SFIO തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് CMRL അടിയന്തര ഇടപെടൽ തേടി വീണ്ടും കോടതിയെ സമീപിക്കുന്നത്. നേരത്തെ കേസിൽ അന്വേഷണം തുടരാൻ അനുമതി നൽകിയ ഡൽഹി ഹൈക്കോടതി ഹർജിയിൽ തീർപ്പുണ്ടാകും വരെ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തതെന്ന് അന്വേഷണ ഏജൻസികളോട് വാക്കാൽ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഏതാനും ദിവസം മുമ്പ് CMRLന്റെ ആദ്യ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ നിലവിലെ സ്ഥിതി തുടരാനും ജസ്റ്റിസ് ഗിരീഷ് കഡ്വാലിയ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചത് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുമുണ്ട്. SFIO അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ പ്രോസിക്യൂഷനോ കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയോ എന്നീ കാര്യങ്ങൾ വ്യക്തത വരുത്തണമെന്നും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കരുതെന്നുമൊക്കെയാണ് ഹർജിയിലെ ആവശ്യങ്ങൾ. വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ക്ഷേത്ര ദർശനവുമായി വീണയും രംഗത്തെത്തി. വീണയെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി രാജിവെക്കണമെന്ന ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ക്ഷേത്ര ദർശനവുമായി എത്തുന്ന വീണ വിജയന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനുമൊപ്പം കുടുംബസമേതമായാണ് വീണ വിജയൻ എത്തിയത്. ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥനയും ജപവും ഒക്കെയായി വീണ മുഴുകുന്നത്. അമ്മ കമലയും വീണ വിജയനൊപ്പമുണ്ട്. തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താനെത്തിയത്. ഏപ്രിൽ 3-ാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെയാണ് ക്ഷേത്ര ദർശനവുമായി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വീണ വിജയന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്ന CPM ഇനി വീണ വിജയനെ മന്ത്രിയാക്കുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പരിരക്ഷ ഉറപ്പാക്കാനും കഴിയുമല്ലോ.